ഹലോ മക്കളെ, റായത്തന്നല്ലേ? ഇന്ന് മൂന്നാമത്തെ നോമ്പ് തുറയാണ്. അപ്പം മൂന്നാമത്തെ നോമ്പ് തുറയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ കാരക്കം വെള്ളത്തിൽ നമ്മൾ നോമ്പ് തുറക്കും. പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെ കുറേ ജാതിയൊന്നും കൊണ്ടുവരില്ല. നോമ്പിൻ്റെ ഫസ്റ്റ് തന്നെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കൊടുന്നതിന്. അപ്പോൾ അതന്നെ ബാക്കിയുണ്ട്. അപ്പോൾ അതെല്ലാം തീരാണ്ട് പിന്നെ ഇനി കൊണ്ടുവരൊന്നുമില്ല. പിന്നെ എണ്ണയിലപ്പം. അപ്പം ഞാൻ ഇന്ന് സമോസ ഉണ്ടാക്കി. ഇന്ന് വരുമ്പോൾ കുറച്ച് ലേറ്റായിന്. പിന്നെ സമയമൊന്നും കിട്ടിയിട്ടില്ല. ഒരു 3 സമോസനെ ഞാൻ ചുറ്റിയിട്ട് എണ്ണയിലിട്ട് കുറച്ച് ഉള്ളി ഭജിയും കുറച്ച് കായും കാച്ചി, അത്ര തന്നെ. പിന്നെ കുറേയൊന്നും വേണ്ട, അങ്ങനെ കുറേ നോമ്പ് പുറത്തിട്ട് തിന്നാൻ കഴിയുന്നില്ലല്ലോ. പിന്നെ കുറച്ച് കോയിനെ ഞാൻ എണ്ണയിലിട്ട് ഇത് ഇത്രമാത്രം ഇന്ന് ആക്കിയിരുന്നത്. പിന്നെ സമയം തീരെ ഉണ്ടായിട്ടാ മക്കളെ. വന്നിട്ട് പെരക്കെത്തുമ്പോൾ തന്നെ ഏകദേശം 5:30 മണി കഴിഞ്ഞിന്. വന്നിട്ട് നിസ്കരിച്ചിട്ട് കുച്ചിലേക്ക് ഇറങ്ങിയിട്ടാകുമ്പോഴത്തേക്ക് എത്ര സമയം പോകുന്നത് അറിയുന്നേ ഇല്ല. വാങ്ക് കൊടുക്കുമ്പോഴേക്ക് പടപടാന്നായിപ്പോന്ന്. പിന്നെ അഫ്സ കുറച്ച് പാലിൽ അടിച്ചിട്ട് വെച്ച് ഇത് ഇത്ര തന്നെ മക്കളെ, വേറെ എന്തോ ആക്കിയിട്ടാ. പിന്നെ അമ്മ കുറച്ച് കസിൻ്റെ സർവത്തില്ലേ അതാക്കിന്. അതില്ലാണ്ട് നമുക്ക് നോമ്പ് തുറക്കാൻ എങ്ങനെയും കഴിയല്ലേ. അപ്പോൾ അത് കുറച്ച് ആക്കി. പിന്നെ കുറച്ച് സോജി ആക്കിന്, റവ പാലിലിട്ടത്. അപ്പോൾ അത് നമുക്കിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചാക്കിന്. എണ്ണയിലെപ്പെല്ലാം ചുടുന്നല്ലാണ്ട് ചുട്ടിട്ടാകുമ്പോൾ എപ്പം വയ്യാകുമ്പോൾ ബാക്കി തന്നെ ആയിപ്പോന്നെ. പിന്നെ ലായത്തേക്കുള്ള ഇന്ന് പുട്ടും കോഴിക്കറിയും കുറച്ച് ഗ്രീൻ പീസ് കറിയും വെച്ചിന്. അത്ര ആക്കിയിട്ട് ആ പണി കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് കുറച്ച് വീഡിയോൻ്റെ എല്ലാം പണിയെടുത്തിട്ട് അതിനും കുറച്ച് തീർത്ത് കഴിഞ്ഞിട്ടായിട്ട് പിന്നെ കുറച്ച് ഓതാനിരിക്കണം. തീരെ സമയം കിട്ടുന്നില്ല, ഓതാനും സമയം കിട്ടുന്നില്ല, വേറെ പണിയെടുക്കാനും സമയം കിട്ടുന്നില്ല. എങ്ങനെ രാവിലെ എണിച്ചിട്ട് ഷോപ്പിലേക്ക് പോയെങ്കിൽ ഇപ്പോൾ തിരക്കുള്ള സമയമല്ലേ, എങ്ങനെയായെങ്കിലും ബൈതൊന്ന് പെരക്കെത്തുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ നോമ്പ് തറ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നോമ്പെല്ലാം തുറന്ന മക്കളെ എന്ത് സ്പെഷ്യലെല്ലാം ആക്കിയത്. ഇന്ന് 8:30 മണിക്ക് സർപ്രൈസ് ഗിഫ്റ്റ്, അതിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ, മുട്ടൻ്റെ റെസിപ്പി, അത് ഞാൻ അപ്ലോഡ് ആക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും നോക്കണം, നല്ല അടിപൊളി റെസിപ്പിയാണ്. പിന്നെ ഇന്നലെ ഒരു പൊട്ടറ്റോൻ്റെ റെസിപ്പി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ അതും നോക്കണം. അപ്പോൾ എല്ലാവരും നോക്കിയാൽ മാത്രം പോരാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആക്കിയിട്ടെല്ലാം കൊടുക്കണം. പിന്നെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ആക്കിയ മക്കളെ. അപ്പോൾ വീണ്ടും കാണാം. ജസാക്കല്ലാഹ് ഖൈർ.